കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. ശ്രീ ദുർഗായൈ നമഃ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എവിടെയാണ് നിർത്തിവെച്ചാൽ ഈ ഭൂമിയുടെ മുഴുവൻ ആയിരുന്ന സുരഥൻ എന്ന രാജാവ് സുമേധ മഹർഷിയുടെ ആശ്രമത്തിൽ വളരെ ദുഃഖിച്ചുകൊണ്ട് ചിന്താമഗ്നനായിട്ടിങ്ങനെ അവിടെ നടക്കണ സമയത്ത് ഒരു വൈശ്യനെ കണ്ടു. വൈശ്യൻ എന്ന് പറഞ്ഞാൽ കച്ചവടക്കാരൻ, അല്ലെങ്കിൽ ഈ ക്രയവിക്രയമൊക്കെ ചെയ്യണ ആൾ എന്നാണല്ലോ അർത്ഥം. വൈശ്യൻ വ്യാപാരി എന്നൊക്കെയാണ് അർത്ഥം. വൈശ്യനെ കണ്ടു എന്ന് പറഞ്ഞാണ് നമ്മൾ നിർത്തിയതെങ്കിൽ നമുക്ക് 17ാമത്തെ ശ്ലോകം നമുക്ക് ചെയ്യാം. 17 അപ്പോൾ അത് 16 അപ്പോൾ നമുക്ക് 17ലേക്ക് നമുക്ക് കടക്കാം. ഇതെന്താ ഇത്രയൊക്കെ വിസ്തരിച്ച് പറഞ്ഞത് എന്തിനാ വെച്ചാൽ ശരിക്കും പറയാച്ചാൽ ഇതെന്താ അറിയോ, എങ്ങനെയാണ് യോഗമായ ദേവിയുടെ ഭഗവതര അനുഗ്രഹം കൊണ്ട് ഈ സുരഥനും ഈ വൈശ്യൻ, സമാധി എന്നാണ് ആ വൈശ്യൻ്റെ പേര് കേട്ടോ, എങ്ങനെയാണ് അവർക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾ അവർക്ക് ലഭിച്ചത് ദേവിയുടെ അനുഗ്രഹം കൊണ്ട്. അപ്പോൾ അത് ദേവിയെ പ്രാർത്ഥിച്ചാൽ എന്ത് ആഗ്രഹങ്ങളും നമുക്ക് സാധിക്കും. മോക്ഷമാണെങ്കിൽ മോക്ഷം, അല്ല ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളാണെങ്കിൽ അതിലേക്ക് വരികയാണ്, നമ്മൾ ആ കഥയിലേക്ക് വരികയാണ്. അതിനാണ് മാർക്കണ്ഡേയ മഹർഷി ഇതൊക്കെ പറയണത് കേട്ടോ. അപ്പോൾ നമുക്ക് 17ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. സപൃഷ്ടസ്തേന കസ്ത്വംഭോ ഹേതുശ്ചാഗമനേത്ര കഹ സശോക ഇവ കസ്മാത് ത്വം ദുർമന ഇവ ലക്ഷ്യസേ. സഹ തേന പൃഷ്ട. ആ വൈശ്യൻ കണ്ടു പറഞ്ഞില്ലേ ഒരു വൈശ്യനെ, സുരഥനാൽ ചോദിക്കപ്പെട്ടു. മീൻസ് സുരഥൻ വൈശ്യനോട് ചോദിച്ചു എന്നർത്ഥം, അത്രയേ ഉള്ളൂ. തേന പൃഷ്ട പറഞ്ഞാൽ വൈശ്യനാൽ ചോദിക്കപ്പെട്ടു, അല്ല സുരഥനാൽ ചോദിക്കപ്പെട്ടു പറഞ്ഞാൽ സുരഥൻ ചോദിച്ചു എന്നർത്ഥം. ഭോ കഹ ത്വം, എന്താ ചോദിച്ചാൽ ഹേ അങ്ങ് ആരാണ്? അത്ര ആഗമനേ ഹേതു ചാക്ക, അങ്ങ് ഇവിടെ വരാൻ, അങ്ങ് ഇവിടേക്ക് വരാനുള്ള കാരണം എന്താണ്? അങ്ങയുടെ ആഗമനത്തിൻ്റെ ഉദ്ദേശം എന്താണ് ഇവിടേക്ക് വരണേൻ്റെ? ത്വം സശോക ഇവ കസ്മാത് ലക്ഷ്യസേ, അങ്ങക്ക് എന്തോ ഒരു ദുഃഖമുള്ള പോലെയുള്ള ലക്ഷണങ്ങൾ ഞാൻ കാണുമല്ലോ. ദുഃഖിതനാണല്ലോ അങ്ങ്, എന്തുകൊണ്ടാണ് അങ്ങക്ക് ദുഃഖം? ദുർമന ഇവ ലക്ഷ്യത്തെ, മനസ്സ് നഷ്ടപ്പെട്ടവനെ പോലെ എനിക്ക് തോന്നുന്നുണ്ട് അങ്ങയെ കാണുമ്പോൾ എന്ന് പറഞ്ഞു. ആര്? സുരഥൻ ഈ വൈശ്യനെ കണ്ട ഉടനെ. അങ്ങ് ആരാണ് വെച്ചാൽ അങ്ങനെ നമ്മളൊരു കുശലം പോലെ, ഏത് കുലത്തിലാണ് ജനിച്ചത്, എന്തിനാണ് ഇവിടേക്ക് വന്നത്, എന്ത് കാരണത്തിനാണ് ഇങ്ങോട്ട് വന്നത്, അങ്ങ് കണ്ട ഉടനെ തന്നെ അദ്ദേഹത്തിന് എന്തോ ഒരു ദുഃഖമുണ്ട്, വറിയുണ്ട്, ആങ്സൈറ്റി ഉണ്ട് എന്നൊക്കെ മനസ്സിലായി സുരഥന്. ഞാൻ കുറേശ്ശെ ഇംഗ്ലീഷ് വാക്ക് ഉപയോഗിക്കുന്നത് എന്തിനാ വെച്ചാൽ കുറേ ആൾക്കാർക്ക് അത്ര മലയാളം അറിയാത്തവരുണ്ടെന്ന് എന്നോട് പറയാറുണ്ട്. അപ്പോൾ ചിലപ്പോൾ നമ്മളധികം ധാരാളം ഉപയോഗിക്കാത്ത വാക്കുകൾ പറയുമ്പോൾ അവർക്ക് ആവണ്ടാച്ചിട്ട് എനിക്കറിയുകയാണെങ്കിൽ എനിക്ക് ചിലപ്പോൾ ശരിക്കുള്ള ഒരു ആപ്റ്റായിട്ടുള്ള ഇംഗ്ലീഷ് വാക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല കേട്ടോ ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങളിൽ. പക്ഷേ പറ്റുന്ന സമയത്ത് ഞാൻ അതും കൂടി പറയാൻ ശ്രമിക്കാം, ചിലപ്പോൾ മറക്കുന്നുണ്ട്. എന്തായാലും വളരെ ദുഃഖമുള്ള പോലെ അദ്ദേഹത്തിന് കണ്ട ഉടനെ തന്നെ ഇദ്ദേഹത്തിന് നല്ല ദുഃഖമുള്ള പോലെ തോന്നി. കണ്ട ഉടനെ തന്നെ അത് നമുക്ക് മനസ്സിലാവുമല്ലോ. അങ്ങനെ എന്തോ ഒരു ദുഃഖമുള്ളവനെ പോലെ തോന്നിയിട്ട് മനസ്സ് നീറുന്ന ഒരാളാണെന്ന് തോന്നിയിട്ടാണ് ചോദിക്കണത്. കാരണം നമ്മൾ പറയുമല്ലോ മുഖം കണ്ണാടിയാണെന്നൊക്കെ പറയുമല്ലോ നമ്മൾ. അതായത് നമുക്ക് മനസ്സിൽ എന്തെങ്കിലും വികാരങ്ങളുണ്ട്, അത് മുഖത്ത് പ്രകടമാവാൻ വളരെ എളുപ്പമാണല്ലോ. പിന്നെ അതായത് മനസ്സിലെ ഭാവങ്ങളൊക്കെ കണ്ണിൽ പ്രകാശിക്കുന്നു എന്ന് പറയും. അതായത് സർവേ ഭാവാസ് ചക്ഷുഷി വ്യജ്യന്ത എന്ന് പറയും. അതായത് സകല ഭാവങ്ങളും ഒരാളുടെ കണ്ണിൽ കാണാം, സ്നേഹമാണെങ്കിലും പ്രേമാണെങ്കിലും ഒക്കെ പറയുമല്ലോ. അപ്പോൾ സുരഥനെ കണ്ടപ്പോൾ തന്നെ ഈ വൈശ്യൻ ദുഃഖിതനാണ് എന്ന് അദ്ദേഹത്തിൻ്റെ മുഖഭാവത്തു നിന്നും അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ നോക്കിയിട്ടൊക്കെ മനസ്സിലായി. അതുകൊണ്ടാണ് പറഞ്ഞത് എവിടെ നിന്നാണ് വരണതെന്ന് ചോദിച്ചതിന് ശേഷം അങ്ങ് ദുഃഖിതനായിട്ട് കാണുന്നുല്ലോ എന്ന് പറഞ്ഞു. സപൃഷ്ടസ്തേന കസ്ത്വം ഭോ ഹേതുശ്ചാഗമനേത്ര കഃ സശോക ഇവ കസ്മാത് ത്വം ദുർമന ഇവ ലക്ഷ്യസേ. 18.
ഇത്യാകർണ്യവചസ്തസ്യ ഭൂപതേഃ പ്രണയോദിതം പ്രത്യുവാച സതം വൈശ്യഃ പ്രശ്രയാവനതോ നൃപം. അപ്പോൾ അദ്ദേഹം അതായത് സപൃഷ്ടസ്ഥേന അദ്ദേഹം എന്ത് ചെയ്തു, പിന്നെ തസ്യ ഭൂപതേഹ പ്രണയോദിതം ഇതി വച ആകർണ്യ. അപ്പോൾ ഈ വൈശ്യനോട് ചോദിച്ചുല്ലോ. അപ്പോൾ വൈശ്യൻ ഈ രാജാവിൻ്റെ വൈശ്യ നാഥം ആ വൈശ്യൻ തസ്യ ഭൂപതേഹ ഈ രാജാവിൻ്റെ പ്രണയോദിതം ഇതി വച ആകർണ്യ, രാജാവിൻ്റെ ഇപ്രകാരമുള്ള നല്ല സ്നേഹത്തോടു കൂടിയിട്ടുള്ള നല്ലതായിട്ട് വളരെ സൗമ്യമായിട്ടാണ് അദ്ദേഹം ചോദിക്കണേ. അത് കേട്ടിട്ട് തം നൃപം വൈശ്യ പ്രശ്രയാവനത പ്രത്യുവാച, രാജാവിനോട് വിനയാന്വിതനായിട്ട് ഈ വൈശ്യൻ മറുപടി പറഞ്ഞു. വിനയം കൊണ്ട് ആവനതനായി വെച്ചാൽ തലകുനിച്ച് നടത്താം. അതായത് വിനയം കൊണ്ട് വളരെ വണക്കത്തോടെ മറുപടി പറഞ്ഞു എന്നാണ്. അതായത് വൈശ്യനെ കണ്ടപ്പോൾ തന്നെ ഇതൊരു രാജാവാണെന്ന് മനസ്സിലായി. എന്താ കാരണം വെച്ചോ, പണ്ട് അങ്ങനെ ഒരു പറയലുണ്ട്. എന്താ അറിയോ, ഈ അങ്ങനൊരു ഇതുണ്ട്, പിന്നെ ക്ഷത്രിയസ്യ വാങ് നവനീതം ഹൃദയം തീക്ഷ്ണ ധാരം എന്ന് പറയും. അതായത് ക്ഷത്രിയൻ്റെ വാക്കുകൾ വെണ്ണ പോലെ പിന്നെ സൗമ്യവും അത്ര നല്ലതും, പക്ഷെ ഹൃദയം കത്തി പോലെ മൂർച്ചയുള്ളതുമാണ് എന്ന് പറയും. നേരെ തിരിച്ച് ബ്രാഹ്മണൻ്റെ നേരെ തിരിച്ചാണ്. ബ്രാഹ്മണൻ്റെ പിന്നെ ബ്രാഹ്മണസ്യ വചഃ ക്ഷുരോഹോ ആണ്, പക്ഷേ ഹൃദയം വളരെ സൗമ്യമാണ്. അങ്ങനെയാണ്. അതായത് ബ്രാഹ്മണര് ഈ ഭംഗി പറയലൊന്നുമില്ല, എന്താണുള്ളത് വെച്ചാൽ പറയും, പക്ഷെ ഉള്ളിൽ നല്ല നല്ല വെണ്ണ പോലെയാണ്. അതേസമയം ക്ഷത്രിയൻ വാക്ക് വെണ്ണ പോലെയാണ്, ഹൃദയം അത്ര നല്ല മൂർച്ചയുള്ളതാണ് എന്നൊരു പറയലുണ്ട്. അതുകൊണ്ടാണ് ഈ വൈശ്യന് രാജാവ് ഇത്ര നന്നായിട്ട് വർത്തമാനം പറഞ്ഞപ്പോൾ ഉടനെ മനസ്സിലായി ക്ഷത്രിയനാണെന്ന്. കണ്ട ഉടനെ നല്ല ഭംഗി വാക്കുകൾ പറഞ്ഞുല്ലോ അദ്ദേഹം. അതുകൊണ്ട് വൈശ്യൻ ഊഹിച്ചു രാജാവാണെന്നാണ് പറയണത്. അതായത് സ്നേഹത്തോടും കരുതലോടുമായിരുന്നല്ലോ രാജാവിൻ്റെ സംസാരേ. അപ്പോൾ വൈശ്യന് കണ്ടപ്പോൾ തന്നെ ഒരു രാജാവാണെന്ന് തോന്നി. അതിനിതാണ് കാരണം പറയണ. കാരണം അതറിയണ്ടാവും അദ്ദേഹത്തിന്, ധാരാളം ശാസ്ത്രമൊക്കെ വായിച്ച ആളായതുകൊണ്ട്. അതാണ് പറയാൻ പ്രശ്രയാവനതോ നൃപം എന്ന്. പ്രശ്രയം വെച്ചാൽ എന്താ അറിയോ, ശാസ്ത്രങ്ങളൊക്കെ പഠിച്ച കാരണം മനസ്സിനുണ്ടാകുന്ന വിനയാണത്രേ പ്രശ്രയം. അപ്പോൾ ശാസ്ത്രങ്ങളൊക്കെ പഠിച്ച കാരണമാണ് ഇതറിയണതും. എന്ത്, ക്ഷത്രിയൻ്റെ വാക്ക് വെണ്ണ പോലെയും ഹൃദയം പിന്നെ കത്തി പോലെയും മൂർച്ചയാണെന്നും, ബ്രാഹ്മണൻ്റെ വാക്ക് അത്ര നന്നായിക്കൊള്ളണമെന്നില്ല, പിന്നെ വാക്ക് പിന്നെ കത്തി പോലെ മൂർച്ച ഹൃദയം വെണ്ണ പോലെ എന്നൊക്കെ അറിയുന്നുണ്ടാവും. അതുകൊണ്ടാണ് ഇദ്ദേഹം നല്ല വാക്കുകൾ പറഞ്ഞപ്പോൾ, സ്നേഹത്തോടും കരുതലോടെയൊക്കെ പറഞ്ഞപ്പോൾ ഇതൊരു രാജാവാണ്, ക്ഷത്രിയനാണെന്ന് മനസ്സിലായി. ക്ഷത്രിയന്മാർ രാജാവാവൂലോ. അതുകൊണ്ടാണ് അവനതനായിട്ട് വണങ്ങിയത്. മീൻസ് പ്രശ്രയം എന്താ, ശാസ്ത്രങ്ങളൊക്കെ പഠിച്ച് എല്ലാം അറിയണ ആളാണ്. അതുകൊണ്ട് നല്ലോണം വണക്കത്തോടെ മറുപടി പറഞ്ഞു. ആരെ? വൈശ്യൻ സുരഥനോട്. അപ്പം നമുക്ക് 18 വായിച്ച് 19 പോവാം. ഇത്യാകർണ്യവചസ്തസ്യ ഭൂപതേഹ പ്രണയോദിതം, അതായത് സ്നേഹത്തോടു കൂടിയാണ് പ്രണയോദിതം. പ്രത്യുവാച റിപ്ലൈ ചെയ്തു. സതം വൈശ്യ, വൈശ്യൻ പ്രശ്രയാവനതോ നൃപം, നല്ലോണം വണക്കത്തോടെ ബഹുമാനത്തോടെ നല്ല വിനയത്തോടെ മറുപടി പറഞ്ഞു. ഇനി ഈ 19. സമാധിർനാമ വൈശ്യോഹം ഉത്പന്നോ ധനിനാം കുലേ പുത്രധാരൈർനിരസ്തശ്ച ധനലോഭാദസാധുഭിഃ. അതായത് അപ്പോൾ പറയാണ്, അഹം ധനിനാം കുലേ ഉത്പന്നഃ സമാധിർനാമ വൈശ്യ, ഞാൻ നല്ല ധനികരുടെ വംശത്തിൽ ജനിച്ച സമാധി എന്നാണ് അയാളുടെ പേര് കേട്ടോ. സമാധി എന്ന് പേരുള്ള ഒരു വൈശ്യനാണ് എന്നുത്തരം പറഞ്ഞു. അസാധുഭിഃ പുത്രധാരൈഃ. അപ്പോൾ എന്താണ്, ആരാണോ ചോദിച്ചതിനെ ആദ്യം പറഞ്ഞു. പിന്നെയോ അസാധുഭിഃ പുത്രധാരൈഃ, അസത്തുക്കളായ നല്ലതല്ലാത്ത സത്വഗുണം കുറഞ്ഞവരായ പുത്രന്മാരാലും ഭാര്യയാലും ധനലോഭാത് ധനത്തിലുള്ള
ആഗ്രഹം കൊണ്ട് നിരസ്തഃ ഞാൻ ഉപേക്ഷിക്കപ്പെട്ടവനായി. അങ്ങനെ ഇങ്ങനെ എല്ലാത്തിനും എന്തിനാ ഇവിടെ വന്നാൽ ചോദിച്ചില്ല. അപ്പോൾ എല്ലാറ്റിനും കഷ്ടിച്ചൊരു ഉത്തരം പറഞ്ഞു. എന്താ പറഞ്ഞ് ഈ പിന്നെന്താണ് വൈശ്യൻ എന്താ പറഞ്ഞ അത് സാധാരണ എന്താ വെച്ചാൽ ബ്രാഹ്മണരുടെ ശ്രേഷ്ഠത എന്തിലറിയോ? ജ്ഞാനത്തിലാണ്. ജ്ഞാനിയായിട്ടുള്ള ബ്രാഹ്മണൻ, അതായത് ബ്രാഹ്മണൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ ബ്രഹ്മജ്ഞാനി എന്നാണ്. പക്ഷേ നമ്മളല്ലാതെയൊക്കെ ജന്മം കൊണ്ടൊന്നും ആരും ബ്രാഹ്മണനാവില്ല. ബ്രഹ്മജ്ഞാനമുള്ളവരാണ് ബ്രാഹ്മണൻ. അതുപോട്ടെ. അപ്പോൾ എന്തായാലും ഒരു ബ്രാഹ്മണൻ്റെ ശ്രേഷ്ഠത, ഒരു ബ്രഹ്മജ്ഞാനിയുടെ ശ്രേഷ്ഠത അദ്ദേഹത്തിൻ്റെ ജ്ഞാനാണ്. ഒരു ക്ഷത്രിയൻ്റെ ശ്രേഷ്ഠത എന്താ? അവരുടെ വീര്യം. പേടിത്തൊണ്ടനായിട്ടുള്ള ഒരു ക്ഷത്രിയൻ നല്ല ക്ഷത്രിയനല്ല. ക്ഷത്രിയന്മാരുടെ ഒരു ശ്രേഷ്ഠത തന്നെ അവരുടെ വീര്യമാണ്. പിന്നെയോ വൈശ്യന്മാരുടെ ശ്രേഷ്ഠത എന്താ? അവർക്ക് ഈ കച്ചവടമല്ലേ പണി, ബിസിനസ്സുകാരാണല്ലോ. അപ്പോൾ വൈശ്യന്മാരുടെ ശ്രേഷ്ഠത എന്തിനാണ്? അവരുടെ ധനധാന്യ സമൃദ്ധിയിലാണ്. അതാണല്ലോ അവർക്ക് പ്രധാനം. അപ്പോൾ അത് നല്ലോണം ഉള്ളവരെയാണ് നല്ല ബിസിനസ്സുകാരനാണെന്ന് പറയുക, അല്ലേ? നമ്മളങ്ങനെയാണല്ലോ. ബിസിനസ് നന്നായി കൊണ്ട് നടന്ന് ലാഭം ഉണ്ടാക്കണവരല്ലേ നല്ല ബിസിനസ്സുകാരെ പറയുക. അതുപോലെ ധനധാന്യ സമൃദ്ധിയിൽ. ശൂദ്രന്മാരാണെങ്കിൽ എന്താണ്? അവരുടെ ശ്രേഷ്ഠത വയസ്സുകൊണ്ടാണ്. പ്രായമായാൽ അവർ അങ്ങനെയാണ് അന്നത്തെ ഒരു ഇത് പറയണത്. അപ്പോൾ ഇതിപ്പോൾ എന്താ? അതുകൊണ്ടാണ് ഇയാൾ പ്രത്യേകം പറഞ്ഞ ഞാൻ ധാരാളം ധനമുള്ള ഒരു കുലത്തിൽ ജനിച്ച ഒരു വൈശ്യനാണ്, എൻ്റെ പേര് സമാധി എന്നാണ്. ഞാൻ എന്താ വരാൻ കാരണം എന്നങ്ങ് ചോദിച്ചുല്ലോ. ഈ അന്യായമായിട്ട് അതായത് ഈ ലോഭം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കിയാൽ കുറച്ച് എളുപ്പമാണ്. എന്താ അറിയോ? ഈ ലോഭം ശരിക്കും എന്താ വെച്ചാൽ ബാക്കിയുള്ളവരുടെ സാധനങ്ങൾ നമുക്ക് സ്വന്തമാവണം എന്ന് വിചാരിക്കുക മാത്രമല്ല അവനവൻ്റെ ഇട്ട് വിട്ടു കൊടുക്കൂല. അങ്ങനെയുള്ളതിനാണ് ലോഭം എന്ന് പറയുക. ശരിക്കും ഇപ്പം പിശുക്ക് പോലെയല്ല. അതായത് ഇപ്പോൾ ഒരാൾക്ക് പിശുക്കുണ്ട്, അവനവന് കിട്ടിയതൊന്നും ആർക്കും കൊടുക്കില്ല, അത് സൂക്ഷിച്ച് വയ്ക്കുക. അങ്ങനെയല്ല. ലോഭമുള്ളവരങ്ങനെയല്ല. വേറെ ആളുടെ നമുക്ക് കിട്ടണമെന്നുണ്ട്, എത്ര കിട്ടിയാലും മതിയാവില്ല ലോഭം. വേറെ ആളുടെ മുഴുവനെ സ്വന്തമാക്കണമെന്നുണ്ട്, അവനവൻ്റെ ഒന്നും ആർക്കും വിട്ടു കൊടുക്കില്ല. അതിനാണ് ലോഭം. അതാണ് ഇവിടെ ലോഭം എന്ന് പറയുന്നത്. അതായത് അസത്തുക്കളാണ് അവർ സത്വഗുണം കുറഞ്ഞ ലോഭമുള്ള എൻ്റെ ഈ പുത്രന്മാരും ഭാര്യയൊക്കെ എന്നെ ആ ധനത്തിലുള്ള ലോഭമാണ്. ധനലോഭം എന്ന് പറഞ്ഞില്ലേ, എത്ര കിട്ടിയാലും അവർക്ക് വേണ്ടതൊക്കെ ഉണ്ടെന്നാലും എത്ര കിട്ടിയാലും സ്വന്തമാക്കണം എന്നുള്ള ആ മോഹമുള്ള എൻ്റെ സത്വഗുണം കുറഞ്ഞ അസത്തുക്കളായിട്ടുള്ള പുത്രന്മാരും ഭാര്യയാരും ഞാൻ ഉപേക്ഷിക്കപ്പെട്ടവനായി എന്ന്. അതാണ് പറഞ്ഞത്. അല്ലെങ്കിൽ അത്ര ലോഭമുള്ളവരല്ലേ സ്വന്തം അച്ഛനെ സ്വത്ത് അപഹരിച്ച് ആട്ടി ഓടിക്കുകയൊക്കെ ചെയ്യുക, അല്ലേ? അല്ലാതെ ആരെങ്കിലും ചെയ്യുമോ? അല്ലാണ്ട് ഒരിക്കലും ആരും സ്നേഹമില്ലാണ്ട് അച്ഛനെയും അമ്മയും ചെയ്യില്ല, അല്ലേ? അപ്പം അതെന്താ പറയുക, വിപ്രന്മാർക്ക് ഓക്കെ. പിന്നെ വയസ്സായ മാതാപിതാക്കളെയും ഭാര്യയും ഭാര്യയൊക്കെ ഭൃത്യനെയും ഒക്കെ സാധാരണ നിലയ്ക്ക് നമ്മളെ ശാസ്ത്രപ്രകാരം പറയുക എന്താ വെച്ചാൽ അധർമ്മം ചെയ്തിട്ടാണെങ്കിൽ പോലും മാതാപിതാക്കളെയും ഭാര്യയും കുട്ടികളെയും ഭൃത്യന്മാരെയും അവരെ നമ്മൾ നോക്കണം എന്നാണ്, പരിപാലിക്കണം എന്നാണ് പറയുക. അത്ര പോലും അധർമ്മം ചെയ്തിട്ട് ശരിക്കും ആരെയും പാടില്ല. പക്ഷേ അത്ര പ്രധാനമാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ. അത്ര പ്രധാനമാണ് അച്ഛനെയും അമ്മയും ഭാര്യയും കുട്ടികളെയും നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, ആശ്രയിച്ച് കഴിയണവരെ നമ്മൾ ഒരു കാലത്തും അവരെ നമ്മൾ ഉപേക്ഷിക്കാൻ പാടില്ല എന്നൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെ അച്ഛനെ സ്വത്ത് അപഹരിച്ച് ഓടിച്ചു എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അവർ അസത്തുക്കളാണ്. അതായത് ഒരു ഗുണമില്ലാത്തവരെന്നെയാണ്, ഭയങ്കര ധനലോഭമുള്ളവരുമാണ്, അല്ലേ? സ്വാർത്ഥികളുമാണ്. ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഈ മുഗൾ ആ ഡൈനാസ്റ്റിയിലൊക്കെ എത്ര ആൾക്കാർ അച്ഛന്മാരെ കൊന്ന രാജാവാകും, അല്ലേ? ഔറംഗസീബ് അടക്കം അവസാനത്തെ ഔറംഗസീബ് ഷാജഹാനെ കൊന്നു. അങ്ങനെ ഷാജഹാനിൻ്റെ അങ്ങനെ എല്ലാവരെയും കൊന്ന് സ്വന്തം അച്ഛനെയൊക്കെ കൊല്ലണവർ. അതാണ് ഉണ്ടായത്. കൊന്നില്ല. അപ്പോൾ ഇവർ സ്വത്ത് മുഴുവൻ അപഹരിച്ചു, ഭാര്യയും കൂട്ടി നിന്നു. അങ്ങനെ എന്നെ പുറത്താക്കി, എന്നെ ആട്ടി ഓടിച്ചു. അങ്ങനെ ഞാൻ ഉപേക്ഷിക്കപ്പെട്ടവനായ ആളാണ് എന്ന് പറഞ്ഞു ഇതിൽ.
സമാധിർനാമ വൈശ്യോഹം ഉത്പന്നോ ധനിനാം കുലേ പുത്രധാരൈർനിരസ്തശ്ച ധനലോഭാദസാധുഭി. അസാധുഭി അസത്തുക്കളാണ്, ധനലോഭം കൊണ്ട്. ഇനി 20. ഗൃഹീത സ്വജനൈർദാരൈ പുത്രൈരാദായ മേ ധനം വനമഭ്യാഗതോ ദുഃഖി നിരസ്തശ്ചാത്മബന്ധുഭി. അത് 20. എന്താണ്? സ്വജനൈഃ ദാരൈഃ പുത്രൈഃ ഗൃഹീത. സ്വന്തം സ്വജനം വെച്ചാൽ സ്വന്തം ബന്ധുക്കളാലും ഭാര്യ പുത്രന്മാർ എന്നിവരാലും ഞാൻ പിടിച്ചു കെട്ടപ്പെട്ടു. എന്നിട്ടോ മേ ധനം ആദായ, അവരെൻ്റെ ധനം തട്ടിയെടുത്തു. എന്നിട്ടോ ആത്മബന്ധുഭി നിരസ്ത, അങ്ങനെ ഞാൻ വളരെ സ്വന്തം എന്ന് ഞാൻ വിചാരിച്ചിരുന്ന എല്ലാ ബന്ധുക്കളാലും ഉപേക്ഷിക്കപ്പെട്ടു, അല്ലെങ്കിൽ ആട്ടി ഓടിക്കപ്പെട്ടു, നിരസ്തായി. അഹം ദുഃഖി വനം ആഗത, ഞാൻ അങ്ങനെ സങ്കടത്തോടു കൂടി ഈ കാട്ടിലെത്തിയതാണ് രാജാവേ. അപ്പോൾ എല്ലാറ്റിനും ഉത്തരം പറഞ്ഞു കഴിഞ്ഞു ചോദ്യത്തിന്, അല്ലേ? പാവം എന്താണ് പറഞ്ഞത്? പിന്നെ ഞാൻ എന്നോട് സ്നേഹം അതല്ല, എൻ്റെ സ്വന്തം എന്ന് ഞാൻ വിചാരിക്കുന്ന എല്ലാവരാലും, അതായത് എൻ്റെ ബന്ധുക്കൾ, പുത്രന്മാർ, ഭാര്യ, എല്ലാവരും എന്നെ പിടിച്ചു കെട്ടി എൻ്റെ പൈസ മുഴുവനെ തട്ടിയെടുത്ത് എന്നെ ഇങ്ങോട്ട് ഉപേക്ഷിച്ചു. അപ്പം ഞാൻ അവരൊക്കെ ആ ദുഃഖം അപ്പം അഹം ദുഃഖി വനമാകത, ഞാൻ അങ്ങനെ അത്ര സങ്കടത്തോടു കൂട്ടാണ് ഇപ്പം ഈ കാട്ടിലേക്ക് വന്നത്. അവരെ കൊന്നില്ല, എൻ്റെ സ്പെയർഡ് മൈ ലൈഫ്, അത്രയേ ഉള്ളൂ. അപ്പം ഞാൻ അങ്ങനെ ദുഃഖിച്ച് പരവശനായിട്ടാണ് ഞാൻ ഈ കാട്ടിലെത്തിയതെന്ന് പറഞ്ഞു. ഇനി സോഹം നവേത്മി പുത്രാണം കുശലാകുശലാത്മികം പ്രവൃത്തിം സ്വജനാനാം ച ധാരാണം ചാത്ര സംസ്ഥിത. 21 എന്താ പറയണേ? തേഷാം സാമ്പ്രതം അതല്ല 21 സോഹം നവേത്മി പുത്രാണം. അതെ, സഹ അഹം അത്ര സംസ്ഥിത, ഞാൻ ഇപ്പോൾ ഈ കാട്ടിലിരുന്നും കൊണ്ട് പുത്രാണാം സ്വജനാനാം ച ധാരാണാം ച, പുത്രന്മാരുടെയും എൻ്റെ ബന്ധുക്കളുടെയും എൻ്റെ ഭാര്യയുടെയും കുശലാകുശലാത്മികാം പ്രവൃത്തി, അവരുടെ കുശലം വെച്ചാൽ നല്ലതായിട്ടുള്ള ക്ഷേമകരമായിട്ടുള്ളതും ക്ഷേമകരവും ക്ഷേമമല്ലാത്തത് നാശകരവുമായിട്ടുള്ള പ്രവൃത്തിയൊന്നും ഞാൻ അറിയണില്ല എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? അവരെന്തൊക്കെയാണ് ചെയ്യണമെന്നറിയില്ല. നല്ല കാര്യങ്ങളാണോ ചീത്ത കാര്യങ്ങളാണോ? ഞാൻ അകലെയാണല്ലോ. ഞാൻ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുകയാണ്, എനിക്ക് ഇവിടുന്ന് അറിയില്ലല്ലോ അവരെന്തൊക്കെയാണ് ചെയ്യണമെന്ന്. ഞാനിപ്പോൾ ഇവിടെ ഇരുന്നു കൊണ്ട് അതിനെപ്പറ്റി ഞാൻ ആലോചിച്ച് വറി ചെയ്യണമെന്ന്. അതാണ് പറയണേ. അതെന്താ പറയണേ? അവരെന്ത് ചെയ്യണോ ആവോ, അവർ നല്ല കാര്യങ്ങളാണോ ചീത്ത കാര്യങ്ങളാണോ അവർ പ്രവർത്തിക്കണമെന്ന് എനിക്കറിയില്ല. ശുഭമാണോ അശുഭമാണോ അവരുടെ പ്രവർത്തികളെന്ന് എനിക്കറിയില്ല. ക്ഷേമാണോ അക്ഷേമാണോ എന്ന് എനിക്കറിയില്ല. ഞാനിപ്പോൾ അവരെയൊക്കെ വിട്ടുപോകുന്ന ഇവിടെ ഇരുന്നിട്ട് എൻ്റെ മനസ്സിൽ മുഴുവൻ അവിടെ എന്ത് നടക്കണു, എന്തൊക്കെ കഴിയണു, എങ്ങനെയൊക്കെ കഴിയണു, എന്തെല്ലാം അവർ ചെയ്യണു, അരുതാത്തൊക്കെ ചെയ്യണുണ്ടോ, അതൊക്കെ എനിക്കിങ്ങനെ ചിന്ത. ശരിക്കും പറയാച്ചാൽ സുരഥനെ പോലെ തന്നെയുള്ളൊരവസ്ഥയാണ്. 2 വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. അവസ്ഥ വരാനുള്ള കാരണം വ്യത്യാസമുണ്ട്, അല്ലേ? ഒരാൾക്ക് രാജ്യം നഷ്ടപ്പെട്ടു, ഒരാൾക്ക് സ്വത്തും ഭാര്യയും കുട്ടികളൊക്കെ, അതാണല്ലോ. അപ്പോൾ ഒരേപോലെ അതിനെപ്പറ്റി ഞാൻ വെറു ചെയ്യാണ് എന്ന് സമ്മതിച്ചു ഇദ്ദേഹം. ഇനി 21 വായിച്ച് 22 പോവാട്ടോ. സോഹം നവേത്മി പുത്രാണം കുശലാകുശലാത്മികം, കുശലവും അകുശലവും, ക്ഷേമവും അല്ലെങ്കിൽ ശുഭവും അശുഭവും, അല്ലെങ്കിൽ ക്ഷേമവും അക്ഷേമവും, അതായത് ക്ഷേമമല്ലാത്തതും നല്ലതും നല്ലല്ലാത്തതാണ്. കുശലാകുശലാത്മികം പ്രവൃത്തിം സ്വജനാനാം ചാധാരാണാം ചാത്ര സംസ്ഥിത, ഞാനിപ്പോൾ ഇവിടെ അത്ര സംസ്ഥിത, ഇവിടെ ഇരുന്നും കൊണ്ട്
അവരുടെ ചെയ്തികളെ പറ്റിയൊക്കെ ആലോചിച്ച് വറി ചെയ്യുകയാണ്. നമ്മളൊക്കെ പതിവുള്ളത്. എത്ര നമുക്ക് നമ്മുടെ ജീവിതമായിട്ട് ഇതിനെ നല്ലോണം നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും അല്ലേ? നമ്മളൊക്കെ അങ്ങനെയാണല്ലോ. നമ്മൾ അറിയിച്ചിട്ടൊന്നും കാര്യമില്ല, അകലിരുന്നിട്ട് ഓരോ കാര്യങ്ങളെപ്പറ്റി നമ്മൾ വറി ചെയ്യുമല്ലോ. അതുപോലെ പാവം ഈ വൈശ്യനും, സമാധി എന്ന വൈശ്യനും 22. കിംന്നു തേഷാം ഗൃഹേ ക്ഷേമം അക്ഷേമം കിന്നു സാമ്പ്രതം കഥം തേ കിംന്നു സദ്വൃത്താ ദുർവൃത്താഹ കിംന്നു മേ സുതാഹ. പിന്നെ അതന്നെ പറയാൻ കേട്ടോ. തേഷാം സാമ്പ്രതം ക്ഷേമം കിംന, അവർക്ക് വീട്ടിൽ ക്ഷേമാണോ അതോ വിഷമാണോ? കിംന്നു അക്ഷേമമാണോന്ന്. ഒരു രക്ഷയില്ലാതെയാണോ ഇരിക്കണ? ആരെങ്കിലും വന്ന് അവർ ഉപദ്രവിക്കുമോ? അവനോ ഇല്ലാത്തതുകൊണ്ടേ. തേ കഥം, അവരെങ്ങനെ കഴിയുന്നുവോ? സദ്വൃത്താഹ കിംന്നു, സദാചാരത്തോടെ നല്ല കാര്യങ്ങളും ധർമ്മമായിട്ടുള്ള ധർമ്മിഷ്ഠന്മാരായിട്ട് ധർമ്മമായിട്ടുള്ളതാണോ പ്രവൃത്തികളാണോ ചെയ്യണേ? സദാചാരത്തോടെയാണോ അവർ ജീവിക്കണേ? ദുർവൃത്താഹ കിംന്നു, ഈ ദുർവൃത്തന്മാരായി ജീവിക്കുന്നുണ്ടോ? ഒന്നും എനിക്കറിയില്ല എന്ന് പറയാണ്. ഇവിടെ വളരെ ഒരു 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 ഇതുണ്ട്, അത് പറയാൻ ഞാൻ എന്താ അറിയോ. ഇവിടെ നോക്കൂ, ഉപയോഗിച്ച വാക്ക് സുതൻ എന്നാണ്. നോക്കൂ 4ാമത്തെ വരിയിൽ കിന്നു തേഷാം ഗൃഹേക്ഷേമം അക്ഷേമം കിന്നു സാമ്പ്രതം കഥം തേ കിന്നു സദ്വൃത്ത ദുർവൃത്താഹ കിന്നു മേ സുതാഹ. പുത്രൻ എന്നല്ല ഉപയോഗിച്ചത്. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് എന്താ വെച്ചാൽ, ഞാൻ ഇതിനു മുമ്പേ അത് എന്തോ ഒരു ആവശ്യത്തിന് ഭാഗവതത്തിലും ഇത് അതന്നെ വായിച്ചതായിട്ട് ഓർമ്മയുണ്ട് എനിക്ക്. എന്താ അറിയോ, ഈ ജനിച്ചത് കൊണ്ട് മാത്രം പുത്രനാവില്ല. മാതാപിതാക്കളോടുള്ള സ്നേഹവും കർത്തവ്യവും അവരെ നിർവഹിക്കാത്ത ആളെ സുതന്നാത്രേ പറയുക. അതായത് ജന്മം കൊണ്ട് പിന്നെ മകനാണ്, പക്ഷേ ഒരു 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 പിന്നെ മാതാപിതാക്കൾക്ക് വേണ്ട ഒരു കർത്തവ്യവും നിർവഹിക്കാത്തവനാണ് സുതൻ എന്ന് പറയുക. മകൻ തന്നെയാണ്, പക്ഷെ ആ മകനെ മാതാപിതാക്കളോട് വേണ്ട കാര്യങ്ങൾ അവരോട് ഉള്ള കർത്തവ്യം അനുഷ്ഠിക്കാത്ത ഒരാളെയാണ് സുതൻ എന്ന് പറയുക. പക്ഷെ പുത്രൻ എന്നല്ല ഉപയോഗിച്ചത്. അതാണ് അതെ. പുത്രൻ എന്ന് പറയണമെന്ന് വെച്ചാൽ എന്താ അറിയോ, ദുഃഖത്തിൽ നിന്നും നരകത്തിൽ നിന്നും കര കയറ്റുന്നവനെ മാത്രമേ പുത്രൻ എന്ന് പറയുള്ളൂ. ഇവിടെ മേ സുത എന്നാണ് പറഞ്ഞത്. എന്താ അറിയോ, ഈ ഒരു ഇതുണ്ട്, ഒരു സേയിങ് ഉണ്ട്, പൂതീതി നരകസ്യാഖ്യ ദുഃഖം ച നരകം വിദുഹു പൂതിത്രാണാൽ തഥ പുത്ര മിഹേച്ഛന്തി പരത്രച. എന്താ വെച്ചാൽ പൂതിച്ച നരകാണ്. അപ്പോൾ ദുഃഖം എന്ന് പറയാം, നരകത്തിൽ ദുഃഖമാണല്ലോ. അതായത് ദുഃഖത്തിൽ നിന്നും നരകത്തിൽ നിന്നും കര കയറ്റുന്നവനാണ് പുത്രൻ. അല്ലാത്തവരെ, അതായത് പൂതഞ്ചൽ നമ്മളെ നരകത്തിൽ നിന്ന് കരകയറ്റവനാണ്. അതായത് ഈ ഐഹിക ദുഃഖങ്ങളിൽ നിന്നും നരകയാതനയിൽ നിന്നും ഒക്കെ രക്ഷിക്കുന്ന ആളെ മാത്രമേ പുത്രൻ എന്ന് പറയാവൂ. അങ്ങനെ രക്ഷിക്കാത്ത കുട്ടികളെ, സ്വന്തം കുട്ടികളാണെങ്കിലും അവർ സുതന്മാരനെ പറയുള്ളൂ. അതാണ് ഇവിടെ ഇദ്ദേഹം സുതാന്നേ പറഞ്ഞുള്ളൂ അല്ലേ. ഈ പിന്നെ എന്താണ് പുത്രൻ എന്ന് പറയണമെന്ന് വെച്ചാൽ ദുഃഖത്തിൽ നിന്ന് നരകത്തിൽ നിന്ന് ആയിട്ടേ അത് ചെയ്തില്ലല്ലോ. അപ്പോൾ പിന്നെ ഇദ്ദേഹം എന്താ പറയണേ ഇതിൽ വെച്ചാൽ, പിന്നെ എനിക്കറിയില്ല എന്തൊക്കെയാണ് അവർ എൻ്റെ ഗൃഹത്തിൽ ക്ഷേമമാണോ നാശമാണോ ശുഭമാണോ അശുഭമാണെന്ന് അറിയില്ല. മുമ്പ് പറഞ്ഞ തന്നെ. പിന്നെയോ പിന്നെ അവർ സദാചാരത്തോടെയും ധർമ്മബോധത്തോടെയും ജീവിക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. അതോ ദുർവൃത്തന്മാരാണോ എന്നറിയില്ല. ഞാൻ അങ്ങനെ വിചാരിക്കാൻ കാരണം എന്താ വെച്ചാൽ, അവർ പുത്രന്മാരെന്ന് അവർ പറയൂല, സുതന്മാരെന്നേ പറയുള്ളൂ. എൻ്റെ പുത്രൻ എൻ്റെ മക്കൾ തന്നെയാണ്, പക്ഷെ സുതൻ എന്നുള്ള വാക്കിനെ അവർക്ക് അർഹത ഉള്ളൂ. കാരണം അവരെന്നെ ദുഃഖിപ്പിക്കുകയാണ് ചെയ്തതേ. എന്നെ ദുഃഖത്തിൽ നിന്നും നരകത്തിൽ നിന്നും കരകയറ്റുന്നാളല്ലേ പുത്രൻ. അപ്പം അവരെന്നെ ദുഃഖിപ്പിക്കുകയല്ലേ ചെയ്തത്. അതുകൊണ്ട് സുതാന്ന് തന്നെ പറഞ്ഞുള്ളൂ അദ്ദേഹം അല്ലേ. ഇനി നമുക്ക് കഴിഞ്ഞ സമയം തോന്നുന്നുണ്ട് കേട്ടോ, നോക്കട്ടെ. അപ്പം നമുക്ക് ഇത് വായിച്ച് ഇവിടെ നിർത്താം. 23 നമുക്ക് ഇനി രാജാവ് അങ്ങട് പറയണതാണ് കേട്ടോ, രാജോവാചയാണ്. അത് നമുക്ക് 23 അടുത്ത ദിവസം ചെയ്യാം കേട്ടോ. കിംന്നു തേഷാം ഗൃഹേ ക്ഷേമം അക്ഷേമം കിംന്നു സാമ്പ്രതം കഥം ദേ കിംന്നു സദ്വൃത്ത
ദുർവൃത്താഹ കിം नु മേ സുതാഹ. എപ്പോഴും എന്താണ്, നമ്മളെപ്പോഴും ഇങ്ങനെ ഓരോ പുരാണങ്ങളൊക്കെ വായിക്കുമ്പോഴേ പറ്റുന്നത്ര നമ്മുടെ ജീവിതമായിട്ട് നമുക്ക് പിന്നെ അതിനെ കുറച്ചൊക്കെ കമ്പയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചിലതൊട്ടും പറ്റില്ല കേട്ടോ. കാരണം വളരെ അസംഭാവ്യമായിട്ടുള്ളതും ഇമ്പോസിബിളായിട്ടുള്ള കാര്യങ്ങളൊക്കെ കഥയിലുണ്ടാവില്ല. പക്ഷേ അല്ലാത്ത സന്ദർഭത്തൊക്കെ നമ്മൾ ചെയ്താൽ നമുക്കതിൽ നിന്ന് പല പാഠങ്ങളും കിട്ടി അല്ലേ. ഇപ്പോൾ നോക്കൂ, ഇവർ രണ്ടാളെയും ദുഃഖിപ്പിച്ച് അയച്ചു. ആര്? ഈ പ്രപഞ്ച ശക്തിയായിട്ടുള്ള യോഗമായ ഭഗവതി. എന്തിനാ കാരണം ഉണ്ടോ ശരിക്ക്? അതായത് ഇവർക്ക് ഒരു സത്സംഗം, സുമേധ മഹർഷിയെ പോലെ സത്സംഗം ഉണ്ടായിട്ട് അവർക്ക് ആത്യന്തിക നന്മയ്ക്ക് തന്നെയാണ്. ഈ സുരഥനാണ് പിന്നെ ഇനി അടുത്ത നമ്മൾ വരാൻ പോണ ആ കഥയിൽ അതാണല്ലോ അടുത്ത മന്വന്തരത്തിൽ. ഇപ്പം നമ്മൾ വൈവസ്വത മന്വന്തരത്തിൽ പറഞ്ഞുല്ലോ, ഇനി അടുത്ത മന്വന്തരത്തിലെ പിന്നെ എന്താണ് സാവർണി മനുവായിട്ട് അദ്ദേഹം പോവും. പക്ഷെ അദ്ദേഹത്തിന് രാജാവായിട്ടുള്ള മോഹം തീർന്നിട്ടില്ല. അപ്പം അതുകൊണ്ട് അങ്ങനെയാവും. പിന്നെ ഈ സമാധിയോ വൈശ്യനാണെങ്കിലും ആ വൈശ്യൻ ബ്രഹ്മജ്ഞാനം കിട്ടി അദ്ദേഹം പിന്നെ എന്താണ് മോക്ഷം ലഭിക്കും. അപ്പോൾ ആ നന്മയ്ക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഈ ദുഃഖം കൊടുത്തതേ. അങ്ങനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും നമ്മൾ വിചാരിക്കാത്ത ദുഃഖങ്ങൾ വരുമ്പോൾ നമ്മൾ ഉറച്ച് വിശ്വസിച്ചാൽ നമുക്ക് എളുപ്പമുണ്ട് ആക്സെപ്റ്റ് ചെയ്യാൻ. എന്ത്, ഇതൊക്കെ എൻ്റെ ആത്യന്തികമായിട്ടുള്ള എൻ്റെ നന്മയ്ക്ക് തന്നെയാണ് ഇത് ഭഗവതി തന്നത് അല്ലെങ്കിൽ ഈശ്വരൻ തന്നത് എന്ന് നമുക്ക് വിചാരിക്കാൻ സാധിച്ചാൽ വളരെ നല്ലതാണ്. അപ്പം ഞാൻ ഇതിങ്ങനെ ആസ് വി ഗോ ഫോർവേഡ് മുമ്പിലേക്ക് പോകുന്തോറും അങ്ങനെ ഞാൻ കമ്പയർ ചെയ്യാൻ നോക്കാം. കാരണം എന്നാൽ നമ്മളെ അത് ഈ ജീവിതയാത്രയിൽ ഈ ഭൗതിക പിന്നെ ലോകത്തിനെ തരണം ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നു എനിക്ക് തോന്നുകയാണ്. എന്നെ കൊണ്ട് പറ്റുന്ന പോലെ അത് ഞാൻ കമ്പയർ ചെയ്ത് പറയാൻ ശ്രമിക്കാം. എല്ലാവർക്കും നമസ്കാരം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ദുർഗായേ നമഃ.